രണ്ട് ഏരിയകളുണ്ട്. നമുക്ക് പാരിപ്പള്ളി കലുവാതുക്കൽ. ആ കലുവാതുക്കൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് വർക്കല വിഷ്ണുവിനെ സ്വാഗതം ചെയ്യുന്നു. കലുവാതുക്കൽ ഏരിയയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൽ വിനായകനെ സ്വാഗതം ചെയ്യുന്നു. പാരിപ്പള്ളി ഏരിയയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രേംജി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത പ്രവർത്തകൻ സുനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ഏരിയ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ നമ്മൾ വന്നത് ജനന്മാരെ കാണുക, മധുര വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അത് വളരെ ഔപചാരികമായി നമുക്ക് വീണ്ടും കിട്ടിയ ഭാഗ്യമാണ്. ജില്ലാ പ്രസിഡന്റിനെയും മണ്ഡല പ്രസിഡന്റിനെയും കൂടി ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചത്, സമുദ്രം സന്ദർശിക്കാൻ സാധിച്ചതും ഒക്കെ ഭാഗ്യമായി കരുതുന്നു. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കുന്നതിനായി ആദ്യം പരവൂർ മണ്ഡല പ്രസിഡന്റ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി കൊല്ലം ജില്ലാ വെസ്റ്റ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ജിയോ വളരെ സ്നേഹപൂർവ്വം മുൻകൂട്ടി തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ഒരു കുടുംബം എന്ന നിലയിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. മണ്ഡല പ്രസിഡന്റ് പ്രതിനിധി രണ്ട് വാക്ക് സംസാരിക്കും. മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രതീരം, അവിടെ നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ദിവസത്തിൽ, ഈ ഏപ്രിൽ 6 BJPയുടെ സ്ഥാപക ദിനം ആയ ഈ ദിവസം വന്ന് എല്ലാവരെയും കാണുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമായിട്ട് തന്നെ എനിക്കത് കാണാൻ സാധിക്കും. ഒപ്പം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് റുവൽ സിംഗ് ചേട്ടനെ ഞാൻ ഇവിടെ പ്രശാന്ത് ചേട്ടനൊക്കെ എപ്പോഴും പറയാറുണ്ട്, അതുപോലെ തന്നെ വിഷ്ണുവൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഇന്നാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെടുന്ന ഇന്നാണ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനം എത്ര പറഞ്ഞാലും നമുക്കത് മതി വരില്ല. ഇത്രയും അമ്മമാരെ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ഇവിടെ നല്ല രീതിയിൽ സ്വന്തം മാതാവിനെയും പിതാവിനെയും പോലെ തന്നെ ഇവിടെ നോക്കാൻ സാധിക്കുന്നതിൽ എത്ര കടപ്പെട്ടാലും അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും മതി വരില്ല. ഇന്ന് ഈ സ്ഥാപക ദിനത്തിൽ രാജ്യമെമ്പാടും നരേന്ദ്രമോദിയുടെ മൂന്നാമത് ഭരണത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ അവസരത്തിൽ ഈ സ്ഥാപക ദിനവും രാജ്യമെമ്പാടും ആഘോഷിച്ചു വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു, വരിക, കുറച്ച് മധുരം ഇവിടെ നൽകുക, എല്ലാവരെയും കണ്ട് പരിചയപ്പെടുക, സംസാരിക്കുക, പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ സമയം ഇത്ര വൈകി. ആ ജില്ലാ പ്രസിഡന്റിനും മറ്റു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ നേരത്തെ കുറച്ച് മുന്നേയൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. സമയം വൈകിയത് കൊണ്ട് കൂടുതലായി ദീർഘിപ്പിക്കുന്നുമില്ല. മറ്റു കാര്യങ്ങളൊക്കെ ജില്ലാധ്യക്ഷൻ ഇവിടെ സംസാരിക്കും, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ ആരാധനായ ജില്ലാ പ്രസിഡന്റ്, കൊല്ലം വെസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് പ്രശാന്ത് ചേട്ടനെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. വന്ദേ മാതരം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റുവൽ സിംഗ്, സമുദ്രതീരം കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ, ഇവിടെ ബൈജു സാറും പ്രദീപുമൊക്കെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ച് നിരവധി ജന്മദിന ആഘോഷങ്ങൾ ആഘോഷിച്ചിട്ടുള്ളവരാണ് എല്ലാവരും, അല്ലേ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ്, അല്ലേ, ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ BJPയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം. ഏതാണ്ട് 45 വർഷം പൂർത്തീകരിച്ചുകൊണ്ട് 46ാമത്തെ വർഷത്തിലേക്ക് BJP എന്ന് പറയുന്ന ഇന്ന് ലോകത്തെ ഒന്നാമത്തെ രാഷ്ട്രീയ സംഘടന
അതോടൊപ്പം തന്നെ ഈ രാജ്യം കഴിഞ്ഞ 10 വർഷക്കാലവും, ഇപ്പൊ എല്ലാവർക്കും മോദിയെ അറിയാമല്ലോ അല്ലേ? മോദി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളെയും എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് BJPയുടെ ഐഡിയോളജി അല്ലെങ്കിൽ BJPക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, BJPയെ സംബന്ധിച്ചോളം രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഒന്ന് ബഹുമാന്യനായ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഈ 2 പ്രധാനമന്ത്രിമാരും ഈ രാജ്യം ഭരിക്കുമ്പോഴും വ്യക്തമായ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യാസമാണ്. ഇന്ന് ഈ രാജ്യത്ത് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി രാഷ്ട്രീയ സംഘടനകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ചിലരെങ്കിലും വ്യത്യസ്തമായ ചില രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ BJPയുടെ ആശയം, BJPയുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിൽ തന്നെ ഭാരതത്തിൻ്റെ തനതായ സംസ്കാരം, നമ്മുടെ ദേശീയത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് BJP. മറ്റ് ആശയങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ പ്രധാനപ്പെട്ട ആശയമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയമാകട്ടെ അല്ലെങ്കിൽ വലതുപക്ഷ ആശയം ആകട്ടെ, ഈ ആശയങ്ങളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വിദേശ ആധിപത്യങ്ങളിൽ നിന്ന് കടമെടുത്ത് കൊണ്ടുവന്ന ആശയങ്ങളാണ്. ഇതാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ ഐഡിയോളജി ഏറ്റവും അവസാനത്തെ പൗരന്, BJPയുടെ ആശയം എന്ന് പറയുന്നത് ഏകാത്മവ മാനവ ദർശനം എന്ന ആശയമാണ്. അതായത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും വികാസം ഉണ്ടാകണം എന്ന അടിസ്ഥാന ആശയം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവർത്തനം നടക്കുന്നു, വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ ഏറ്റവും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് ജീവിക്കുന്നവരെ പോലും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരുപാട് പദ്ധതികൾ. ഇപ്പം മോദി സർക്കാർ ആദ്യം വന്ന സമയത്ത് നമ്മൾ മോദി സർക്കാർ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് ശുചിത്വമാണ്. അപ്പം ശൗചാലയങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അന്ന് പല സർക്കാരുകളും, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ വ്യാപകമായി കളിയാക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നിട്ട വഴികൾ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിൽ പോലും ലക്ഷക്കണക്കിന് ശൗചാലയങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. പിന്നെ അടിസ്ഥാന വിഭാഗം ജനങ്ങൾ ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അപ്പോൾ ശൗചാലയങ്ങൾ, കുടിവെള്ളം, സ്വന്തമായിട്ടുള്ള വീടുകൾ. ഇപ്പം കഴിഞ്ഞ ദിവസവും പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്, മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം മോദിയുടെ വീട് അല്ല മോദിയുടെ പേരിൽ ഒരു ആഡംബര സൗധം കെട്ടാനല്ല മോദി ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് കെട്ടുറപ്പുള്ള, അടച്ചുറപ്പുള്ള വീടുകൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇനിയും നിരവധി പേർക്ക് കൊടുക്കുവാനുണ്ട്. അന്നതൊരു കണക്ക് അദ്ദേഹം ആ പാർലമെന്റിൽ സൂചിപ്പിച്ചു. ലക്ഷക്കണക്കിന് പേർക്ക് ഈ കഴിഞ്ഞ 10.5 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ സൗജന്യമായി വീടുകൾ കൊടുത്തു. കുടിവെള്ളം, ശൗചാലയങ്ങൾ, വീടുകൾ, നല്ല വിദ്യാഭ്യാസങ്ങൾ, വിദ്യാർത്ഥികൾക്ക് നല്ല തൊഴിൽ, അങ്ങനെ ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ തലത്തിൽ തന്നെ വമ്പൻ വികസന പ്രവർത്തനങ്ങളും, അത് പ്രവർത്തിക്കാൻ മോദിജിക്ക് കഴിയുന്നതും അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിക്ക് കഴിഞ്ഞതും BJPയുടെ ഐഡിയോളജി, ആശയം അതായതുകൊണ്ടാണ്. ഇപ്പം BJP ഐഡിയോളജി എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു മാതൃസംഘടനയുടെ പരിവാർ സംഘടനയാണ്. അപ്പം ആ സംഘടനയിലെ മുഴുവൻ സമയം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന സംഘടനയുടെ പരിവാർ സംഘടനയാണ് BJP. അപ്പം ആ സംഘടനയുടെ പ്രവർത്തന കാലയളവിൽ ആ സംഘടനയുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് ചെറുപ്പകാലയളവിൽ, അവരുടെ യൗവനം തുടങ്ങുന്ന സമയത്ത്, സ്വന്തം വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് യാതൊരു പ്രതിഫലവും ഇല്ലാതെ ഈ സമാജത്തിന് വേണ്ടി പ്രവർത്തനം നടത്തും. അങ്ങനെ പ്രവർത്തനം നടത്തിയിട്ടുള്ള അവരെ നമ്മൾ വിളിക്കുന്ന പേര് RSSൻ്റെ പ്രചാരകന്മാർ എന്നാണ്. അങ്ങനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തൻ്റെ 18ാമത്തെ വയസ്സിൽ തന്നെ തൻ്റെ അമ്മയെയും കുടുംബവും അച്ഛനെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടി വീട് വിട്ടുപോയ ആളാണ് ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി.
അത് മാത്രമല്ല, നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ സമൂഹത്തിലുണ്ടായിരുന്ന ഉച്ച നീചത്വങ്ങൾ, ജാതീയമായ വേർതിരിവ്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പ്രധാനമന്ത്രി തലത്തിലേക്ക് ഒരു OBC വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞു. ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ഇന്ത്യയുടെ പ്രഥമ പൗരയായി, ഭാരതത്തിൻ്റെ പ്രഥമ പൗരയായി രാഷ്ട്രപതിയാകാൻ കഴിഞ്ഞു. ഇതൊക്കെ BJPയുടെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൻ്റെ, അല്ലെങ്കിൽ ചരൈവ ദീവി എന്ന് പറയുന്നത് പോലെ ഈ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന ആശയം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് വളരെ പ്രസക്തിയാണ്. മറ്റ് സംഘടനകളിൽ നിന്ന് വേറിട്ട് വ്യത്യാസപ്പെട്ട് പോകുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ പരിവാർ സംഘടനകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയുടെ ജന്മദിനാഘോഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വളരെ വിപുലമായ നിരവധി പരിപാടികൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും വന്നത്. ഇവിടുത്തെ സംബന്ധിച്ചും സിംഗിനെ സംബന്ധിച്ചും ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ചും വളരെ മുമ്പ് പല മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകാത്ത നിലയിലുള്ള പ്രവർത്തനമാണ് സിംഗിൻ്റെ ഭാര്യ ആയാലും മകനും മകളും അടങ്ങുന്ന അവരുടെ കുടുംബവും അതോടൊപ്പം അവരെ സഹായിക്കുന്ന ഒരു വലിയ സമൂഹം. ഞാൻ പറഞ്ഞു, RSS നടത്തുന്ന പ്രവർത്തനം എന്താണ്? ഒന്നും പ്രതിഫലമില്ലാതെ തൻ്റെ ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ രാജ്യത്തിന് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ കുടുംബങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അവർക്ക് പ്രതിഫലമായി ഒന്നുമില്ലാതെ തന്നെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഉറ്റവരും ബന്ധുക്കളും ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടുള്ള അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ കോർത്തിണക്കി കൊണ്ടുവന്ന് അവർ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു മഹത്തായ പ്രവർത്തനം. ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാലും തീരില്ല. പക്ഷേ നമ്മുടെ ഈ വേദി, അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള, ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സത്യത്തെക്കുറിച്ചെല്ലാം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിശേഷമായ ഒരു ദിവസം സമുദ്രതീരത്തിൽ വെച്ച് നടത്തുവാനും ഇവിടുത്തെ അച്ഛന്മാർക്കും അമ്മമാർക്കുമുള്ള മധുര പലഹാരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പ്രവർത്തകരെല്ലാം മുന്നേ പല ദിവസങ്ങളിലും ഈ വേദിയിൽ വരികയും ഇവിടുത്തെ അച്ഛന്മാരെ കാണുകയും അമ്മമാരോട് സംസാരിക്കുകയും ചെയ്തിട്ട് പോയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അതിന് വ്യത്യസ്തമായ ഒരു ദിവസം ഇന്ന് ആഘോഷിക്കുവാൻ കഴിഞ്ഞതിലും ഇവിടെ എത്തിച്ചേർന്ന ജില്ലയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.